Hello everyone, welcome to our new class. Myself Gopika I am. Okay, I am dealing with the paper BEGG 171 Media and Communication Skill. Similar to all other paper, we have 4 block and each block is divided into 4 units. Okay, block 1, the name of the paper is Introduction to Mass Communication, and this block is divided into 4 units. Okay, let's look into block 1. Okay, അപ്പോൾ നമ്മൾ ബ്ലോക്ക് 1 ഓരോ യൂണിറ്റ് നമുക്ക് അനലൈസ് ചെയ്യാം. ഫസ്റ്റത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ് കമ്മ്യൂണിക്കേഷൻ, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ എലമെൻറ്റ്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇൻഫോർമേഷൻ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഐഡിയാസ്, ഫീലിങ്സ് ഒക്കെ എന്താണ് നോൺ വെർബൽ അല്ലെങ്കിൽ വെർബൽ ലാംഗ്വേജ് ഉപയോഗിച്ച് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ എലമെൻറ്റ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഫസ്റ്റത്തെ യൂണിറ്റായ ദ കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ പഠിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ എങ്ങനെയാണ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നത്, ഈ മാസ് മീഡിയ എങ്ങനെയാണ് ഓഡിയൻസിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, ഓഡിയൻസിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, ഇതിനെയൊക്കെ കുറിച്ചാണ് യൂണിറ്റ് 2 ആയ മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ നമ്മൾ പഠിക്കുന്നു. ഓക്കെ, യൂണിറ്റ് 3 എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെൻറ്റ് മാസ് മീഡിയ ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം മാസ് മീഡിയ എന്ന് പറയുന്നത് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. പ്രിന്റ് മീഡിയ എന്നും അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് മീഡിയ എന്നും. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക്സ് മീഡിയാസ് ആയ ഫിലിം, മൂവീസ്, അതേപോലെ തന്നെ ടി വി, റേഡിയോ, ഇതിനെയൊക്കെ കുറിച്ചുള്ള ഈ ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റത്തെ യൂണിറ്റ് ആണ് റൈറ്റിംഗ് ഫോർ മാസ് മീഡിയ. ഓക്കെ, പേരിൽ തന്നെ ഉണ്ട് റൈറ്റിംഗ്. അപ്പോൾ മാസ് മീഡിയ നമുക്കറിയാം മാസ് മീഡിയ പലതരത്തിലുണ്ടല്ലേ. അപ്പോൾ ഓരോ മീഡിയാസിലും നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന രീതികളെയൊക്കെ കുറിച്ചാണ് യൂണിറ്റ് 4 റൈറ്റിംഗ് ഫോർ മാസ് മീഡിയയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ ബ്ലോക്ക് 2ൻ്റെ പേരാണ് അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ അതേപോലെ ഫസ്റ്റത്തെ ബ്ലോക്ക് 1 പോലെ തന്നെ 4 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ബ്ലോക്ക് 2 അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, അതിൽ ഫസ്റ്റത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് അഡ്വർടൈസ്മെൻറ്റ്, അതിൻ്റെ ടൈപ്സ്. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്വർടൈസ്മെൻറ്റ്, ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെൻറ്റ്, പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്, ഇതൊക്കെ എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് യൂണിറ്റ്, ബ്ലോക്ക് 2 സെക്കൻഡ് യൂണിറ്റ് ആണ് പബ്ലിക് സർവീസ് അഡ്വർടൈസ്മെന്റ്. അപ്പോൾ നമ്മൾ പബ്ലിക് സർവീസ് അഡ്വർടൈസ്മെന്റ് എന്താണ്, PSA എന്നും നമ്മൾ ഇതിനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പേരിൽ തന്നെ ഉണ്ട്, പബ്ലിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ അഡ്വർടൈസ്മെന്റ് ചെയ്യുക, പബ്ലിക് അറ്റൻഷൻ, പബ്ലിക് ഫോക്കസ് ചെയ്തുകൊണ്ട് അഡ്വർടൈസ്മെന്റ് നടത്തുന്നതിനെയാണ് ഓക്കെ PSA എന്ന് പറയുന്നത്. അതെങ്ങനെ മറ്റു അഡ്വർടൈസ്മെന്റിൽ നിന്ന് ഡിഫറെന്റ് ആകുന്നു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനത്തേക്കുള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് TV അഡ്വർടൈസ്മെന്റ് ആൻഡ് സ്റ്റോറി ബോർഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അങ്ങനത്തെയൊക്കെയുള്ള കാര്യം നമുക്ക് ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പറ്റുന്നതാണ്. TV അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാനും കേൾക്കാനും പറ്റും. എന്നാൽ നമ്മുടെ സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത് എന്താണ്, സ്ക്രിപ്റ്റിൽ വരച്ച് സ്കെച്ചസ് ആണ് അല്ലേ, സ്കെച്ചസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അഡ്വർടൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനത്തേക്കുള്ള ചെറിയ ഡിഫറൻസുകളെയൊക്കെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ലാസ്റ്റത്തെ യൂണിറ്റ് ആണ് എത്തിക്സ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. എത്തിക്സ് ഇൻ അഡ്വർടൈസ്മെന്റ് അല്ലേ, നമ്മൾ എത്തിക്സ് എന്ന് പറയുന്ന മോസ്റ്റ് കോമൺ വേർഡ് ആണ് അല്ലേ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക. എത്തിക്സ് വേണം അല്ലേ. അപ്പോൾ അഡ്വർടൈസ്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യണം, എത്തിക്സ്, ചില നിയമങ്ങളും ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. അപ്പോൾ അതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് യൂണിറ്റ് എത്തിക്സ് ഇൻ അഡ്വർടൈസ്മെന്റിൽ നോക്കുന്നത്. ആൻഡ് മൂവിങ് ടു ബ്ലോക്ക് 3. ഓക്കെ, ബ്ലോക്ക് 3യുടെ പേരാണ് മീഡിയ റൈറ്റിംഗ്. ഓക്കെ, മീഡിയ റൈറ്റിംഗ് എന്നാണ് നമ്മുടെ ബ്ലോക്ക് 3യുടെ പേരും. ഇതും 4 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഫോർ റേഡിയോ ആൻഡ് TV. അതിൽ തന്നെ ഉണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, റേഡിയോയിലും TV-യിലും സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കും. അടുത്ത റൈറ്റിംഗ് ഫോർ ന്യൂസ്. നമുക്കറിയാം ന്യൂസ് എഴുതുന്നതിലും ഒരുപാട് വ്യത്യാസമുണ്ട്. റേഡിയോ TV-യിൽ എഴുതുന്നത് പോലെയല്ല ഒരു ന്യൂസ് പേപ്പറിൽ എഴുതാണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതിൻ്റെ വൊക്കാബുലറി, കൺസൈൻസ്, ലെങ്തി, ഹെഡ്ലൈൻസ്, അതിനെയൊക്കെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്.
ആൻഡ് ദ തേർഡ് യൂണിറ്റ് എഡിറ്റോറിയൽ റൈറ്റിംഗ്. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ന്യൂസ് പേപ്പറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ എഡിറ്റോറിയൽ ആണ് അല്ലേ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ടേംസുകൾ, എഡിറ്റർ എന്താണ്, എഡിറ്റർ ആരാണ്, സബ് എഡിറ്റർ എന്താണ്, സബ് എഡിറ്ററിന്റെ റോൾ എന്താണ്, അതിനെയൊക്കെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ലാസ്റ്റത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എഡിറ്റിംഗ് ഫോർ പ്രിന്റ് ആൻഡ് ഓൺലൈൻ മീഡിയ. ഓക്കെ, എഡിറ്റിംഗ് ഫോർ പ്രിന്റ് ആൻഡ് ഓൺലൈൻ മീഡിയ അതിൽ തന്നെ ഉണ്ട് എഡിറ്റിംഗിന്റെ പ്രാധാന്യം എന്താണ്, എഡിറ്റിംഗ് എന്താണ്, പ്രിന്റ് മീഡിയയിൽ എഡിറ്റിംഗ് എങ്ങനെയൊക്കെ ഏതൊക്കെ വിധത്തിലാണ് ചെയ്യാണ്ട്, ഓൺലൈൻ മീഡിയയിൽ വരുമ്പോൾ അതിലോട്ടുള്ള ഡിഫറൻസ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ബ്ലോക്ക് 4 ആണ്. ബ്ലോക്ക് 4ന്റെ പേരാണ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ ആൻഡ് സൈബർ മീഡിയ. ഇത് മറ്റു ബ്ലോക്കുകളെ പോലെ തന്നെ 4 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ യൂണിറ്റ് ആണ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലെ ഓരോ ടൈപ്സുകൾ നമുക്കറിയാം, എന്താണ് ബ്ലോഗ്, അതേപോലെ തന്നെ ഇമെയിൽ, ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില സോഷ്യൽ നെറ്റ്വർക്കിനെ കുറിച്ചും ഇതിൽ പഠിക്കുന്നുണ്ട്, ലാൻ വാൻ അതിനെയൊക്കെ കുറിച്ച്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് യൂണിറ്റ് ആണ് ദ വേൾഡ് വൈഡ് വെബ്, WWW. ഓക്കെ, ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, ഇതിൻ്റെ എലമെന്റ്സ്, ഇതെങ്ങനെയാണ് വെബ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്, അതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ആൻഡ് ദ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആൻഡ് ഇമ്പാക്റ്റ് ഓൺ ജേർണലിസം. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇന്റർനെറ്റിന്റെ ഹിസ്റ്ററിയെ പറ്റി, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജ്, ഇന്റർനെറ്റ് എങ്ങനെയാണ് ജേർണലിസത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അവർ തമ്മിലുള്ള ഒരു ബോണ്ട്, ഇതിനെയൊക്കെ കുറിച്ചായിരിക്കും നമ്മൾ യൂണിറ്റ് 3യിൽ പഠിക്കുന്നത്. ആൻഡ് യൂണിറ്റ് 4 എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് സോഷ്യൽ ആൻഡ് സൈബർ മീഡിയ. ഓക്കെ, യൂണിറ്റ് 4 എന്ന് പറയുന്നത് എന്താണ്, ഇമ്പാക്റ്റ് ഓഫ് സോഷ്യൽ ആൻഡ് സൈബർ മീഡിയ. അപ്പം നമ്മൾ എന്താണ് സോഷ്യൽ മീഡിയയെ പറ്റി വീണ്ടും ഒന്ന് അനലൈസ് ചെയ്ത് വരുന്നുണ്ട്, ഓരോ സോഷ്യൽ മീഡിയകളെ പറ്റി പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൈബർ മീഡിയയിലോട്ട് വരുമ്പോൾ എന്താണ് സൈബർ നെറ്റ്വർക്ക്. ഓക്കെ, അതിൽ വരുന്ന ചില ടേംസുകൾ, സൈബർ ക്രൈം, സൈബർ സെക്യൂരിറ്റി, ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക, സൈബർ ക്രൈമൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതെങ്ങനെയാണ് നമ്മുടെ മീഡിയാസ് എങ്ങനെയാണ് എഡ്യൂക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇതിനെയൊക്കെ പറ്റിയായിരിക്കും നമ്മൾ ഈ ബ്ലോക്ക് 4 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ ആൻഡ് സൈബർ മീഡിയയിൽ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ പേപ്പറിൻ്റെ പേര് BGG171 മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. 4 ബ്ലോക്ക് ഉണ്ട്, 4 ബ്ലോക്കിനെ 4 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ നമ്മൾ മീഡിയനെ കുറിച്ചും കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസിനെയൊക്കെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. താങ്ക് യു.